സ്വർഗത്തിൽ നിന്ന് ഗന്ധമാദനത്തിലേക്ക് മാതലിയുടെ തേരിൽ എത്തിച്ചേർന്ന അർജുനൻ മാതലിയെ യാത്ര അയച്ചതിന് ശേഷം സ്വർഗത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും, യുദ്ധം ഉൾപ്പെടെയുള്ള എല്ലാ സംഭവങ്ങളും അന്ന് രാത്രിയിൽ ധർമ്മപുത്രരെയും മറ്റ് സഹോദരന്മാരെയും സഹധർമ്മിണിയെയും വർണ്ണിച്ച് കേൾപ്പിക്കുകയായിരുന്നു. അതിൽ നിവാതകവചന്മാരെ വധിച്ച വൃത്താന്തം അദ്ദേഹം പറഞ്ഞിട്ട് ദേവന്മാരുടെ പുരം, ദേവന്മാരുടെ പുതിയ പുരം, അതുകൊണ്ടാണ് ദേവന്മാരുടെ ദേവേന്ദ്രപുരി, ഈ ഹിരണ്യപുരത്തേക്കാൾ മനോഹാരിത കുറഞ്ഞതാണ് എന്ന് അർജുനന് സംശയം തോന്നിയത്. ഇത് പുതിയ പുരി ആയതുകൊണ്ടാണ്. അപ്പോൾ ദേവന്മാരുടേതിനേക്കാളും പുതുമയുള്ള, മനോഹാരിതയുള്ള, ഭംഗിയുള്ള, ശില്പവേലകൾ കൊണ്ട് നിറഞ്ഞ, അത്യപൂർവമായ ശില്പവേലകൾ കൊണ്ട് ആകർഷകമായ, നോക്കി നിന്ന് പോകത്തക്ക വിധത്തിലുള്ള, കണ്ണിന് കുളിർമയും ആനന്ദവും നൽകത്തക്ക വിധത്തിലുള്ള ശില്പവേലകൾ കൊണ്ട്, രത്നങ്ങളും സ്വർണങ്ങളും ഉപയോഗിച്ച് മാത്രം പണിഞ്ഞിരിക്കുന്നു എന്നാണ്. അങ്ങനത്തെ സ്വർണ്ണ രത്ന ഖചിതമായ മനോഹരമായ പുരം ഇവർക്ക് എങ്ങനെ കിട്ടി? പിന്നെ അത് പണിയുന്നതിനുള്ള ചിലവും, സ്വർഗത്തിലായാലും ചിലവുണ്ടല്ലോ. ആ ചോദ്യം മാതലിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയും അത് ആക്രമിച്ച് കീഴടക്കിയതാണ്. അതിന് കാരണം അവരുടെ മാതാവായ പുലോമ, കാലകയന്മാരുടെ മാതാവായ പുലോമ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി വളരെ കഠിനമായ, ക്രൂരമായ, നിഷ്ഠുരമായ, ആത്മഹത്യാപരമായ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. ബ്രഹ്മാവിന് പ്രത്യക്ഷപ്പെടുകയല്ല, അല്ലാതെ നിവൃത്തിയില്ല. തപസ്സിൻ്റെ ഉദ്ദേശം അറിയാം. ദേവന്മാർക്കെതിരെയാണ് തപസ്, സദ്വൃത്തികൾക്കെതിരെയാണ് തപസ്. അധർമ്മത്തെ തെഴിപ്പിക്കാനാണ്. കാലകേയന്മാർക്ക് ഭൂമിയും പാതാളവും നശിപ്പിക്കാനുള്ള സന്ദർഭവും സൗകര്യവും ആയുധശേഷിയും ഉണ്ടാകണം എന്നതാണ് ഈ തപസ്സിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്താണ് അങ്ങനെ ഒരു തപസ് ചെയ്യുന്നത് എന്ന് മഹർഷി ചോദിച്ചപ്പോൾ പൗലോമ പറഞ്ഞു, രാക്ഷസന്മാർക്ക് ആകാശത്തിലൂടെ സഞ്ചരിക്കാം, അതുകൊണ്ട് അതിനിടയ്ക്ക് തട്ടുകളൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഭൂമിയും സ്വർഗവും പാതാളവും രാക്ഷസന്മാർക്കെതിരായിട്ടുള്ള ആവാസ കേന്ദ്രങ്ങളാണ്. അത്തരം ആവാസ കേന്ദ്രങ്ങളില്ലാതെയാവണം. അപ്പോഴവർക്ക് സ്വൈരവിഹാരം ചെയ്യാം. അന്തരീക്ഷത്തിലൂടെ, ആകാശത്തിലൂടെ, വ്യോമത്തിലൂടെ. വ്യോമചാരികളാണ്, കാമചാരികളാണ്. അതില്ലാതെയാക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഇത് ലോകത്തിലെ എന്നത്തെയും അധാർമികന്മാരുടെ ഒരു തത്വശാസ്ത്രമാണ്. എന്ത്? ഈ പുലോമ അല്ല, ഒരു സ്ത്രീയല്ല. പുലോമ ഒരു ആസുര തത്വശാസ്ത്രമാണ്. ആസുര തത്വശാസ്ത്രജ്ഞന്മാർക്ക് ഭൂമി നശിക്കണമെന്ന് ഭൂമിയിൽ താമസിക്കുന്ന ആസുര തത്വശാസ്ത്രത്തെ അവലംബിച്ച് ജീവിതം നയിക്കുന്ന ആളുകൾക്കില്ലെങ്കിലും എന്തു വേണം? ഭൂമി മുഴുവനും അവരുടേതായിരിക്കണം എന്നുണ്ട്. ഭൂമി മുഴുവനും ഒരാളുടേതായിരിക്കുക എന്നൊരാൾ വിചാരിക്കുകയും അയാളത് കൈയടക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഭൂമി ഇല്ലാതായി. ഇതാണ് ഈ ഭൂമി നശിപ്പിക്കണമെന്ന് പറഞ്ഞത്. അല്ലാതെ ഭൂമി എന്ന ഗ്രഹം അന്തരീക്ഷത്തിൽ ഇല്ലാതെയാവണമെന്നല്ല അതിൻ്റെ അർത്ഥം. പലരും അങ്ങനെയാണ് അതിനെടുക്കുന്നത്. അങ്ങനെയല്ല. ഭൂമി ഒരാളുടേതാവുകയും ഭൂമി അധാർമികനായ ഒരു സ്വേച്ഛാധിപതിയുടെ കാമനകൾക്കനുസരിച്ച് ഭൂമിയെ അയാൾ പരിവർത്തിപ്പിക്കുകയും അയാളുടെ ഏകശാസനങ്ങൾ കൊണ്ട് മനുഷ്യരെ മുഴുവനും ഭരിച്ച് നശിപ്പിക്കുകയും ഭൂമിയുടെ സമ്പത്ത് അനാവശ്യമായി കവർന്ന് അയാളും അയാളുടെ ബന്ധുക്കളും അയാളുടെ കുടുംബക്കാരും അയാളെ അനുകൂലിക്കുന്നവരും മാത്രം അനുഭവിക്കുന്ന ആസുരമായ അനുഭവാവസ്ഥയുടെ പേരാണ് പുലോമ.
അല്ലാതെ പുലോമ എന്നൊരു സ്ത്രീ 3 കോടി ആളുകളെ പ്രസവിച്ചു എന്നതിനർത്ഥമില്ല. തത്വശാസ്ത്രത്താൽ ഭരിക്കപ്പെടുകയാണ്. ഭീകരമായ, നിഷ്ഠുരമായ, ക്രൂരമായ, അധാർമികമായ, അനീതിപരമായ, അന്യായപൂർണമായ ഒരു തത്വശാസ്ത്രത്താൽ ലോകത്തിനൊക്കെയും അസ്വാതന്ത്ര്യം കൊടുക്കുന്ന, പാരതന്ത്ര്യം കൊടുക്കുന്ന, ലോകത്തിലെ മനുഷ്യരെ മുഴുവനും അടിമകളാക്കുന്ന ഒരു തത്വശാസ്ത്രത്തെ പ്രയോഗത്തിൽ വരുത്തിയിട്ട് ഭൂമിയുടെ പരമമായ ഉടമസ്ഥനും പിന്നെ അയാളെ സഹായിക്കുന്ന ഉടമസ്ഥന്മാരും ആയിട്ടൊരു ഭരണം വന്നാൽ ഭൂമി മറ്റുള്ളവർക്ക് ആർക്കും ഇല്ലാതെയായി. അതാണ് ഭൂമിയുടെ നാശം. അല്ലാതെ സൗരയൂഥത്തിലെ ഭൂമി എന്ന ഗ്രഹം നശിച്ചു പോയി എന്നല്ല. സ്വർഗം എന്നുള്ള സങ്കല്പം അപ്പോഴില്ലാതെയാവും, അതുകൊണ്ട് സ്വർഗം നശിച്ചു. പാതാളം എന്നുള്ള സങ്കല്പവും അപ്പോഴില്ലാതെയാവും, അതുകൊണ്ട് പാതാളവും നശിച്ചു. പുണ്യപാപങ്ങളെ ആസ്പദമാക്കിയും ധർമാധർമ്മങ്ങളെ ആസ്പദമാക്കിയും സുഹൃത ദുഷ്കൃതങ്ങളെ ആസ്പദമാക്കിയുമാണ് എന്ത് നിലനിൽക്കുന്നത്? സ്വർഗപാതാളങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ സ്വർഗപാതാളങ്ങൾ മനുഷ്യൻ്റെ ചിന്തയിലെ ഒരു 2 അവസ്ഥാ കേന്ദ്രങ്ങളാണ്. എപ്പോഴും നന്മ വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അവരോട് ബന്ധപ്പെടുന്നവർക്കും സ്വർഗം. എപ്പോഴും തിന്മ വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അവരോട് അടുക്കുന്നവർക്കും നരകം. അതുതന്നെ പാതാളം, അതുതന്നെ അധോതലം. ഭൂമിയുടെ അധോതലം എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാതെ ഇതൊന്നും മനുഷ്യബാഹ്യമായ, ഇന്ദ്രിയബാഹ്യമായ, മനുഷ്യചിന്താബാഹ്യമായ വസ്തുക്കളല്ല. ആ വസ്തുക്കളെ, മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു വസ്തുവിനെ മനുഷ്യൻ്റെ പുറത്ത് കൊണ്ടുവന്നിട്ട് മനുഷ്യൻ്റെ ഒരു ആഗ്രഹത്തെ, മനുഷ്യൻ്റെ മഹത്വാകാംക്ഷ, 2 തരത്തിൽ മഹത്വാകാംക്ഷ വരാം. ഒന്ന്, ലോകത്തിലുള്ള ഭോഗവസ്തുക്കളെല്ലാം ത്യജിച്ചിട്ട് ഉണ്ടാകുന്ന മഹത്വാകാംക്ഷ. അത് ലോകത്തിന് അനുഗ്രഹദായകമാണ്. അതാണ് ബുദ്ധൻ്റേത്, അതാണ് ശങ്കരാചാര്യരുടേത്. ലോകത്തെ മുഴുവനും കീഴടക്കി തൻ്റെ ഏകശാസനത്തിൽ കൊണ്ടുവന്നിട്ട് ലോകത്തെ നയിക്കുക എന്ന, ലോകത്തിലെ ഏക ശാസന അധിപനാവുക എന്ന മഹത്വാകാംക്ഷ, അതായിരുന്നു രാവണൻ്റേത്. അതായിരുന്നു പിന്നീട് അലക്സാണ്ടറുടേത്. അതായിരുന്നു പിന്നീട് അതായിരുന്നു ജൂലിയസ് സീസറിൻ്റേത്. അതായിരുന്നു നെപ്പോളിയൻ്റേത്. അതായിരുന്നു ഹിറ്റ്ലറുടേത്. അതായിരുന്നു മുസോളിൻ്റേത്. ഇങ്ങനെ വ്യത്യാസം. അപ്പോൾ 2 തരത്തിൽ മഹത്വാകാംക്ഷ വരും. ഒന്ന്, ഭൗതികമായ സമ്പത്തുകളുടെ മുഴുവനും ഉടമസ്ഥനാവുക എന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രവൃത്തി ആണെന്നും അതുപോലെ പ്രശംസനീയമായി മറ്റൊരു വൃത്തിയില്ല എന്നും തെറ്റിദ്ധരിച്ചിട്ട് ലോകത്തെ കീഴടക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവരുടെ മനസ്സിലിരിക്കുന്ന ആഗ്രഹം, ആ ഇച്ഛ, അടങ്ങാത്ത ഇച്ഛ, ആ അടങ്ങാത്ത ഇച്ഛയുടെ പ്രതീകമാണ് രാവണൻ. ഇപ്പോൾ മനുഷ്യഹൃദയത്തിലിരുന്ന ഒരു മഹേച്ഛയെ പുറത്തേക്കെടുത്ത് ആ മഹേച്ഛയ്ക്ക് 20 കൈകളും 10 തലകളും കൊടുത്ത് സൃഷ്ടിച്ചതാണ് രാവണൻ. അത് മഹത്വാകാംക്ഷയാണ്. മറ്റൊരു മഹത്വാകാംക്ഷയുണ്ട്, അന്യന്മാർക്ക് വേണ്ടി ജീവിക്കുക, അന്യന്മാർക്ക് വേണ്ടി സ്വന്തം ജീവിതം ബലികഴിക്കുക, കുടുംബജീവിതം ബലികഴിക്കുക, ബന്ധുക്കളെ ത്യജിക്കുക എന്നിങ്ങനെ. അതും ഒരു മഹേച്ഛയാണ്. ആ മഹേച്ഛയെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് അതിന് രൂപം കൊടുത്തതാണ്, ആ ഇച്ഛയ്ക്ക്, ആ മഹേച്ഛയ്ക്ക് രൂപം കൊടുത്തതാണ് രാമൻ. ആ ഇച്ഛ തന്നെയാണ് ധർമ്മപുത്രർ. ഇതിലെ ഹീനമായ മഹേച്ഛയുണ്ട്, നീചമായ മഹേച്ഛ, പ്രശംസിക്കാൻ വയ്യാത്ത മഹേച്ഛ. ആ പ്രശംസിക്കാൻ വയ്യാത്ത ലോകഘാതകമായ, ലോക ജിഘാംസുവായ ആ മഹേച്ഛയിൽ നിന്നാണ് ഇത്തരം ആളുകൾ, ലോകഘാതകന്മാരായ ആളുകൾ ജനിക്കുന്നത്. ആ മഹേച്ഛയെ അമ്മയായി സങ്കല്പിച്ചതാണ് പുലോമ. ഇപ്പോൾ തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരെയാണ് ആ തത്വശാസ്ത്രത്തിന് അമ്മയുടെ രൂപം കൊടുത്തിട്ട് ആസുരമായ, രാക്ഷസീയമായ, പൈശാചികമായ തത്വശാസ്ത്രത്തിന് ഭരണം, തൻ്റെ ആജ്ഞ, അല്ലെങ്കിൽ തനിക്ക് അപ്രമാദിത്വമുണ്ട് എന്നൊരാൾ വിചാരിച്ചിട്ട് ആ വിചാരത്തിലൂടെ ഉണ്ടാകുന്ന അനുശാസനം കൊണ്ട് മറ്റുള്ളവരെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അതിലെന്തുണ്ട്? അതിൽ ആ ചെയ്യുന്നയാൾ തന്നെ അടിമയാണ്. അടിമയല്ലാത്തവൻ്റെ ലക്ഷണം അതാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നവനാണ് അടിമയല്ലാത്തവൻ.
അല്ലാതെ ആളുകളെ അടിമയാക്കി വെക്കുന്നവനല്ല. ആളുകളെ അടിമയാക്കി വയ്ക്കുന്നവനാണ് ഏറ്റവും വലിയ അടിമ. അപ്പോൾ അടിമത്തത്തിൻ്റെ തത്വശാസ്ത്രം പല ധീരന്മാരും യഥാർത്ഥത്തിൽ അടിമകളാണ്. ചരിത്രകാരന്മാർക്ക് ദാർശനിക അവബോധമില്ലാത്തതുകൊണ്ടാണ് അവരെ ധീരന്മാരായിട്ട് വാഴ്ത്തുന്നത്. ലോകഘാതകന്മാരായ ഭരണാധികാരികളെല്ലാം അടിമകളാണ്. മറ്റുള്ളവർക്ക് അടിമത്തം എങ്ങനെ ഉണ്ടാകുന്നതാണ്? അടിമത്തം അവരുടെ പാരതന്ത്ര്യ ബോധത്തിൽ നിന്നും അധമബോധത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഒരു വ്യക്തിയുടെ ആ അധമബോധമുള്ള വ്യക്തിയാണ് മറ്റുള്ളവരെ ഹിംസിക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം ഏതെങ്കിലും ഒരു ജന്തുവിനെ കണ്ടാൽ ക്രൂരമായി മുറുങ്ങുന്നത് ആരാണ്? മൃഗങ്ങളാണ്. അതുകൊണ്ടത് മൃഗസ്വഭാവമാണ്. ക്രൂരതയുടെ പ്രകടനം എപ്പോഴും മനുഷ്യനിൽ അവശേഷിച്ചിരിക്കുന്ന മൃഗത്വത്തിൻ്റെ പ്രകടനമാണ്, അതിൻ്റെ ബഹിരാവിഷ്കാരമാണ്. അപ്പോൾ മനുഷ്യൻ വേണ്ടത് എന്താണ്? മനനം ചെയ്യാൻ കഴിവുള്ളത് കൊണ്ടാണ്. ചിന്തിക്കാൻ, ആലോചിക്കാൻ, ധർമാധർമ്മ വിവേചനം ചെയ്യാൻ കഴിവുള്ളത് കൊണ്ടാണ്. അങ്ങനത്തെ ആദ്യത്തെ കഴിവുണ്ടായിരുന്ന ആൾ ആരായിരുന്നു? മനുവായിരുന്നു. അതുകൊണ്ട് ചിന്തിക്കാൻ കഴിവുണ്ടായിരുന്ന ആദ്യത്തെ ആളിൻ്റെ മക്കൾ എന്ന നിലയിലാണ് ആരെ കാണുന്നത്? മനുഷ്യരെ കാണുന്നത്. അപ്പോൾ മനനം ചെയ്യാൻ കഴിവുള്ളവൻ, ചിന്തിക്കാൻ കഴിവുള്ളവൻ മനുഷ്യൻ. മാഷെ, ഇപ്പം ഈ മനു തൊട്ടുള്ള നമ്മുടെ രാജാക്കന്മാരുടെ ഒരു ചരിത്രം എടുത്താൽ, ഇപ്പം നരകാസുരനെ പോലുള്ള ചില പുരാണ കഥാപാത്രങ്ങൾ ലോകം മുഴുവൻ വിറപ്പിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതല്ലാതെ ഇപ്പോൾ ഹിറ്റ്ലറെ പോലെയോ അലക്സാണ്ടറെ പോലെയോ നെപ്പോളിയനെ പോലെയൊക്കെ ഈ ഇവിടെ ശക്തിയും വീര്യവും ധൈര്യവും ഒക്കെ ഉള്ള രാജാക്കന്മാർ ഭാരതത്തിൽ ഉണ്ടായിട്ടും ഇത്തരത്തിലൊരു മനുഷ്യഘാതകന്മാരായിട്ട് അല്ലെങ്കിൽ വളരെ ഒരു സാമ്രാജ്യമോഹമുള്ള ഒരു രാജാവും ഈ ഭാരതത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല അല്ലേ? ഉണ്ടായിട്ടില്ല. യുദ്ധങ്ങൾ ധാരാളം നാട്ടുരാജാക്കന്മാർ തമ്മിലുണ്ടായി. വലിയൊരു സാമ്രാജ്യം ചന്ദ്രഗുപ്ത മൗര്യൻ സ്ഥാപിച്ചു എന്നല്ലാതെ, മൈസൂർ വരെ എത്തുന്ന വലിയ സാമ്രാജ്യം ചന്ദ്രഗുപ്ത മൗര്യൻ സ്ഥാപിച്ചു, അതിനുവേണ്ടിയുള്ള ചെറിയ യുദ്ധങ്ങളുണ്ടായി എന്നുള്ളതല്ലാതെ ലോകജേതാവാകണം എന്ന ആഗ്രഹത്തോടുകൂടി ആരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ടിട്ടില്ല. അത് ഭാരതത്തിൻ്റെ പ്രാചീന സംസ്കാരത്തിൻ്റെ സവിശേഷത കൊണ്ടാണ് അത്തരം സാമ്രാജ്യമോഹികൾ അത്തരം സാമ്രാജ്യം സ്ഥാപിക്കണമെന്ന് നമ്മുടെ ഭാരതത്തിലെ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് തോന്നാതിരുന്നത്. എപ്പോഴും അവർക്ക് എന്തുണ്ടായിരിക്കും? ഈ ജനങ്ങളിലൊക്കെയും ഈശ്വരാംശങ്ങൾ സ്ഥിതി ചെയ്യുന്നു എന്ന ചിന്തയുണ്ട്. ആ ചിന്ത അവരെ ദൈവഭയമുള്ളവരാക്കിയിരുന്നു. ദൈവത്തെ ഭയപ്പെടുന്നത് ദൈവം എന്താണെന്ന് ശരിക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ദൈവഭയം വരുന്നത്. എങ്കിലും ദൈവഭയം വരുന്നത് പോലും അഭികാമ്യമായ ഒരു മനോഭാവമാണ്. ഒരു പാശ്ചാത്യ സങ്കല്പമല്ലേ എന്നുള്ളത്. അതാണ് ദൈവം എന്നുള്ള സങ്കല്പമാണ് പാശ്ചാത്യം. ദൈവത്തോടുള്ള ഭയം എന്നത് പരിപൂർണമായി പാശ്ചാത്യമാണെന്ന് പറയാനൊക്കില്ല. പാശ്ചാത്യം എന്ന് പറഞ്ഞാൽ അർത്ഥം സാധാരണത്വമാണ്. നമ്മുടെ ഒരു ദൈവം എന്നുള്ള സങ്കല്പം അഭയമായിരുന്നില്ലേ പ്രധാന ഒരു ആശയം? അവിടെ ഒരു ഭയത്തിന്റെ അല്പമെങ്കിലും ഉണ്ടായിരുന്നു. എന്നാലും ഈ അധർമ്മങ്ങൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാകും? ധർമ്മഭയം ഉണ്ടാകും. അത് തന്നെയാണ് അതിൻ്റെ പേര് തന്നെയാണ് ദൈവഭയം. ദൈവം എന്നുള്ള വാക്കിൻ്റെ അർത്ഥമല്ല. ദൈവം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഭാഗ്യം എന്നാണ്. ഭാഗ്യവും പൗരുഷവും, അതാണ് ദൈവപൗരുഷങ്ങൾ എന്ന് വെച്ചാൽ അതീത ശക്തിയുടെ സഹായം കൊണ്ടും നമ്മുടെ തന്നെ പ്രയത്നത്തെ ഭാഗ്യമായിട്ട് സങ്കല്പിച്ചും ദൈവമെന്ന് പറയും. അതാണ് പൗരുഷവും ദൈവവും തമ്മിലുള്ള സാജാത്യവും വൈജാത്യവും. മനുഷ്യൻ എത്ര പ്രയത്നിച്ചാലും ചിലപ്പോൾ അതിന് ആ പ്രവർത്തനത്തിന് യോഗ്യമായ ഫലം കിട്ടിയെന്നിരിക്കില്ല. അത്ര തന്നെ പ്രയത്നിക്കാതെ മറ്റൊരാൾക്ക് വലിയ ഫലം കിട്ടിയെന്നിരിക്കും. അപ്പോഴാണ് ദൈവം എന്നത് വരുന്നത്. അതിനെ ദൈവാനുകൂല്യം എന്ന് പറയും. ദൈവം എന്ന് വെച്ചാൽ ഭാരതത്തിൽ ഈശ്വരൻ എന്നുള്ള അർത്ഥം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ദൈവം എന്ന് വെച്ചാൽ ഈശ്വരൻ്റെ പര്യായമായിട്ടാണ് ദൈവം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ദൈവ ഭയത്തിന് പകരം ഇവിടെ എന്തുണ്ടായിരുന്നു? ധർമ്മഭയം ഉണ്ടായിരുന്നു. അധർമ്മം ചെയ്താൽ ആ അധർമ്മം ചെയ്തതിന് ദുഷ്ഫലം അനുഭവിക്കുമെന്ന് രാജാക്കന്മാർ കരുതിയിരുന്നു. അതുകൊണ്ടാണ് രാജാക്കന്മാർ എന്ത് ചെയ്യുന്നത്? ദിഗ്ജയം സാധിച്ചിട്ട് അവർ ആ രാജ്യം വലിയ മഹർഷിമാർക്ക് ദാനം ചെയ്യും. ഈ ദിഗ്ജയവും ഈ ഭാരതവർഷത്തിനുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നായിരുന്നു. ഭാരതത്തിന് അന്ന് കൂടുതൽ വ്യാപ്തി ഉണ്ടായിരുന്നത് കൊണ്ട് ആ പ്രദേശങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ തികച്ചും വിദേശം എന്ന് സങ്കല്പിക്കപ്പെട്ടിരുന്ന രാജ്യങ്ങളിലേക്ക്, ഇപ്പോൾ സമർഖണ്ഡിലേക്ക് ഇവിടെ നിന്ന് യുദ്ധം ചെയ്യാൻ ഒരു രാജാവും പോയിട്ടില്ല.
സമർഖണ്ഡിൽ നിന്ന് അനേകം രാജാക്കന്മാർ അനേകം ചരിത്രകാലങ്ങളിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും യുദ്ധം ചെയ്യാൻ പോയിട്ടുണ്ട്. അവരിൽപ്പെട്ടവരാണ് തൈമൂറും ചെങ്കിസ് ഖാനും ഒക്കെ. അവരെല്ലാം ഒരേ വംശത്തിൽപ്പെട്ടവരാണ്. അവർ പോയിട്ടുണ്ട്. യൂറോപ്പിലേക്കും റഷ്യയിലേക്കും ഭാരതത്തിലേക്കും ഒക്കെ അവർ വന്നാണ് ഈ കൂടുതൽ ക്രൂരമായ മനുഷ്യ വേട്ടകൾ നടത്തിയിട്ടുള്ളത്. സമർഖണ്ഡിൽ നിന്ന്, മംഗോളിയയിലെ സമർഖണ്ഡിൽ നിന്ന് വന്നവരാണ്. അവരുടെ തന്നെ പരമ്പരയിൽപ്പെട്ട ഒരുത്തനായിരുന്നു ബാബർ. അപ്പോൾ ദൈവഭയം എന്ന് പറഞ്ഞാൽ ധർമ്മഭയമാണ്. അധർമ്മം ചെയ്യുന്നവർക്കൊക്കെയും ധർമ്മത്തോട് ഒരു ഭയമുണ്ടാകും. ഇതാണ് ധർമ്മം നടത്തിയില്ലെങ്കിൽ അധർമ്മം ഉണ്ടായാൽ എന്ത് സംഭവിക്കും? അധർമ്മം ഉണ്ടായാൽ സന്താനം നശിച്ചു പോകുമെന്നൊരു, കുടുംബവിച്ഛേദം വരും എന്നൊരു സങ്കല്പം. ഇപ്പോൾ രഘുവംശത്തിൽ നോക്കിയാൽ എപ്പോഴും മക്കളുടെ പ്രശ്നമുണ്ട്. രഘുവംശത്തിൽ, ചന്ദ്രവംശത്തിലുമുണ്ട്. ദശരഥന് മക്കളില്ല. ദിലീപിന് മകനുണ്ട്, ഒരു മകൻ മാത്രമേ ഉള്ളൂ. രഘുവിന് മകനുണ്ട്, ഒരു മകൻ മാത്രമേ ഉള്ളൂ. അജന് മകനുണ്ട്, ഒരു മകൻ മാത്രമേ ഉള്ളൂ. ദശരഥന് മക്കൾ വന്നപ്പോഴാണ് അത് 4 മക്കളായത്. ശരിക്കും മക്കളില്ലെന്ന് തന്നെ പറയാം അദ്ദേഹത്തിന്. ഇതാണ് ഇത് പുത്രകാമേഷ്ടി നടത്തി പാപപരിഹാരം ഉണ്ടാക്കി ജനിച്ച മക്കളാണ്. അപ്പോഴേ 4 മക്കൾ വരുന്നുള്ളൂ. പിന്നെയും ആ പരമ്പരയും കൊണ്ട് തുടരുമ്പോൾ ഈ സന്താന ദൗർലഭ്യം അവർക്ക് പ്രശ്നമായി വരുന്നുണ്ട്. ചന്ദ്രവംശത്തിലും ഇത് വരും. പാണ്ഡുവും ഇത് ശന്തനുവിൻ്റെ പിതാവ് പ്രദീപന് 2 മക്കളായിരുന്നു. ഒരാൾക്ക് രാജ്യം വേണ്ടായിരുന്നു, അദ്ദേഹം പോയി. അദ്ദേഹത്തിനുണ്ടായിരുന്നു ചെറിയ ഒരു പാണ്ടിൻ്റെ അസുഖം. എന്നാലും മൂത്തവൻ എന്നുള്ളതുകൊണ്ട് രാജ്യം ഭരിക്കാം, സന്താനമില്ലാത്തതുകൊണ്ട് രാജ്യം ഭരിക്കാം. പക്ഷേ അദ്ദേഹം രാജ്യം വേണ്ടെന്ന് വെച്ചു. ദേവാപി എന്നാണ് പേര് അദ്ദേഹത്തിൻ്റെ. അപ്പം അദ്ദേഹം കാട്ടിലേക്ക് അപ്പോൾ ഒരു മകനേ ഉള്ളൂ. ശന്തനുവിന് മക്കൾ കൂടുതൽ ഉണ്ടായെങ്കിലും അനുഭവത്തിലൊരു മകനായി, ഭീഷ്മർ മാത്രം. ഭീഷ്മർക്ക് വിവാഹമേ കഴിക്കാൻ സാധിച്ചില്ല. കാര്യം എന്തോ ആയിക്കോട്ടെ, മക്കളുണ്ടായില്ല ഭീഷ്മർക്ക്. ഇപ്പോൾ വംശം നിന്നുപോയി. ചന്ദ്രവംശം അവിടെ നിന്നു. പിന്നെ വരുന്നത് സത്യവതിയുടെ പുത്രന്മാരാണ്. ശന്തനുവിന് തന്നെ ഉണ്ടായതാണെങ്കിലും അവർ 2 പേരും മരിച്ചുപോയി. പല കാരണങ്ങളുണ്ട്. ഒരാൾ ക്ഷയരോഗം പിടിച്ചു മരിച്ചു. ഒരാളെ ചിത്രാംഗതൻ എന്ന് പറയുന്ന വളരെ രസികനായ ഒരു ഗന്ധർവൻ യുദ്ധത്തിൽ കൊല്ലുകയും ചെയ്തു. നല്ല ഒരു ഇന്നിപ്പോൾ ആളുകൾ അങ്ങനെ ചിത്രാംഗതൻ്റെ ഒരു നിലപാട് സ്വീകരിച്ചാൽ തൻ്റെ തന്നെ പേര് ഒരു മനുഷ്യനോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ കൊലയ്ക്കുള്ള കാരണം. അങ്ങനെ ചിത്രാംഗതൻ എന്ന ഗന്ധർവൻ കൊന്നുകളഞ്ഞു. അപ്പോഴും വംശം നശിച്ചുപോയി. പിന്നെ ആ വംശം തുടർന്നില്ല. പിന്നെ വരുന്നത് ആരുടെ വംശമാണ്? വ്യാസൻ്റെ വംശമാണ് പിന്നെ വരുന്നത്. ആ കാലത്ത് ഈ ഗോത്രശുദ്ധി ഒരു പ്രശ്നമായിരുന്നില്ലേ? ഗോത്രശുദ്ധി അല്ല അക്കാലത്ത് പ്രശ്നം. ഗോത്രശുദ്ധി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അർത്ഥം? ചാരിത്രശുദ്ധി എന്നാണ് ഗോത്രശുദ്ധി എന്ന് പറഞ്ഞാൽ അർത്ഥം. ഗോത്രം ചാരിത്രമാണ്. ഗോ എന്നുള്ള വാക്കിന് അനേകം അർത്ഥങ്ങളിൽ പ്രയോഗിക്കുന്ന വാക്കാണ്. ഗോ എന്നാൽ ഈശ്വരൻ്റെ ചൈതന്യമാണ്, സൂര്യനാണ്, പശുവാണ്. അപ്പോൾ ഈശ്വര ചൈതന്യത്തിന് മങ്ങലേൽക്കാതെ നിങ്ങൾ അതിനെ പരിപാവനമായി നിർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ധാർമ്മിക ജീവിതമേ നയിക്കാവുന്നതാണ്. അപ്പോൾ ധാർമ്മിക ജീവിതം നയിക്കുന്നതിനെയാണ് അന്ന് ഗോത്രശുദ്ധി എന്ന് പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ ഗോത്രം എന്ന് പറഞ്ഞാൽ കാട്ടിൽ താമസിക്കുന്ന ആളുകളെന്നാണ് അർത്ഥം. അപരിഷ്കൃതമായ സമൂഹത്തിൻ്റെ ചിന്തയാണ് ഗോത്രം. അവരാണ് ഗോത്രശുദ്ധി പാലിക്കുന്നത്. അവർ മറ്റുള്ളവരുമായി ഇടപെടുകയില്ല എന്നൊക്കെയായി ഇന്നത്തെ ധാരണ. അതല്ല. ചാരിത്രശുദ്ധിയോടുകൂടി ജീവിതത്തെ നേരിടുക. എന്തെല്ലാം ദുഃഖം വന്നാലും ചാരിത്രം വിടാതിരിക്കുക, സ്വഭാവശുദ്ധി വിടാതിരിക്കുക. സ്വഭാവശുദ്ധി വിടാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമാനുഷ്ഠാനം ഉണ്ടായിരിക്കുക. ധർമാനുഷ്ഠാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മജ്ഞനായിരിക്കുക എന്നാണ്. അതാണ് ഗോത്രശുദ്ധി. ബ്രഹ്മജ്ഞാനത്തോടുകൂടിയുള്ള ജീവിതത്തിൻ്റെ പേരാണ് ഗോത്രശുദ്ധി. അല്ലാണ്ട് കാട്ടിലെ വനവാസ ജീവിതമല്ലാതെ. പിൽക്കാലത്ത് അതിനങ്ങനെ തെറ്റ് സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും ബ്രാഹ്മണർക്കിടയിൽ ഗോത്രശുദ്ധി അതുണ്ട്. അത് വിവാഹത്തിന് വേണ്ടിയുള്ളൊരു ഇതെന്നുള്ളത് മാത്രം. ഭരദ്വാജ ഗോത്രം, പരശുരാമ ഗോത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉണ്ട്. അതല്ല ഈ പറയുന്നത്. അതിലിത് അന്തർഭവിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ.
പരശുരാമൻ്റേതുപോലെ ബ്രഹ്മജ്ഞാന സഹിതമായ ജീവിതം നയിച്ചവരുടെ ഗോത്രം എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല. ഇപ്പോൾ അതിന് ക്ലാൻ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഇംഗ്ലീഷിലെ ക്ലാൻ, CLAN, ക്ലാൻ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. പരശുരാമൻ സ്ഥാപിച്ച കുടുംബത്തിലെ പരമ്പരകളിൽപ്പെട്ട ആളുകൾ എന്നുള്ളതാണ്. പക്ഷേ ഇതവിടെ കിടക്കുന്നുണ്ട്, അന്തർഭവിച്ച് കിടക്കുന്നുണ്ട് ഈ അർത്ഥം, ഈ ബ്രഹ്മജ്ഞാനത്തിൻ്റെ അർത്ഥം, ആത്മസാക്ഷാത്കാരത്തിൻ്റെ അർത്ഥം ഉണ്ട്. ആത്മസാക്ഷാത്കാരം നേടിയവരെല്ലാം അന്ന് ഒന്നിച്ച് ജീവിച്ചിരുന്നു. മറ്റുള്ളവരുമായി അവർ കൂടിക്കഴിയുകയില്ല. എന്താണ്? മറ്റുള്ളവരുടെ അശുദ്ധി അവരെ ബാധിക്കും. സംസ്കാരം കുറഞ്ഞ ഒരുവനായിട്ട് കൂടിച്ചേർന്ന് താമസിച്ച് അവൻ 100 തെറി പറയുന്നത് കേൾക്കുമ്പോൾ ഒരു തെറിയെങ്കിലും നമുക്ക് പിന്നെ ആരോടെങ്കിലും പറയാൻ തോന്നും. അതുകൊണ്ടാണ് ഈ കൂടിച്ചേരാത്തത്. അല്ലാതെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എന്ന നിലയിലല്ല. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തവരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. അത്തരം കോമരങ്ങളല്ല. ഈ ശുദ്ധി പാലിക്കാൻ വേണ്ടി ശുദ്ധമായ സ്വർണം, ഒരു ലോഹവും ചേരാത്ത സ്വർണം എന്ന് പറയുമ്പോൾ തന്നെ തങ്കത്തിൽ ഏതോ ഒരു വളരെ കുറഞ്ഞ ശതമാനം ചെമ്പ് ചേർക്കുമ്പോഴാണ് സ്വർണ്ണമാകുന്നത്, പണിയാനുള്ള എളുപ്പത്തിന് വേണ്ടി, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. അപ്പം തങ്ങളുടെ ബ്രഹ്മശുദ്ധി നിലനിർത്താൻ വേണ്ടി മറ്റു മനുഷ്യരുമായി അവർ കൂടിച്ചേരാതെ ആ ബ്രഹ്മശുദ്ധി ഉള്ളവരുമായി മാത്രം കൂടിച്ചേർന്ന് ജീവിച്ചിരുന്നു. അതുകൊണ്ട് ഗോത്രം എന്നുള്ള വാക്കിനെ ബ്രഹ്മശുദ്ധി ഉള്ളവർ കൂടി താമസിക്കുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ ഗോത്രം എന്ന് പറഞ്ഞിരുന്നത് പിന്നീട് എന്തായിട്ട് മാറി? ഒരു സമൂഹമായിട്ട് മാറി. അങ്ങനെ ഗോത്രത്തിന് മാറി താമസിക്കുന്ന ഒരു സമൂഹം എന്നർത്ഥം വന്നു. അങ്ങനെയാണ് അതിന് ആർത്ഥികമായ, അർത്ഥപരമായ ചേഞ്ച് ഉണ്ടാകുന്നത്, അർത്ഥപരമായ വ്യത്യാസമുണ്ടാകുന്നത്, വൈജാത്യം ഉണ്ടാകുന്നത്, അർത്ഥപരിണാമം ഉണ്ടാകുന്നത്, സെമാൻറ്റിക് ചേഞ്ച് ഉണ്ടാകുന്നത്. പിന്നീട് വന്ന് അത് ക്ലാൻ എന്നായി. അങ്ങനെ വന്നപ്പോൾ ഇത് ഇംഗ്ലണ്ടിൽ ഗോത്രങ്ങളെന്ന് പറഞ്ഞാൽ അപരിഷ്കൃതന്മാരാണ്. അപരിഷ്കൃതന്മാരായ ആളുകളെ, പണ്ടത്തെ ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നതാണ്. അവർ ഓരോരോ ഗോത്രങ്ങളായി താമസിച്ചിരുന്നു അപരിഷ്കൃതന്മാർ. അവർ രാജ്യവുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാതെ അവരെ സൂചിപ്പിക്കാനാണ് ഗോത്രം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അവരുടെ പാട്ടുകളും അവരുടെ കൽപ്പനകളും അവരുടെ സാഹിത്യ രചനാശ്രമങ്ങളും ഇതൊക്കെ ആധുനികമായതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അതിന് ആത്മാർത്ഥത എന്ന് പറയുന്ന ഗുണം അതിന് കൂടുതൽ ഉണ്ടെങ്കിലും അങ്ങനത്തെ അവരുടെ പാട്ടുകളും അവരുടെ സാഹിത്യങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. അതെല്ലാം കൂടിയാണ് വേർഡ്സ്വർത്ത് സമാഹരിച്ച് അതിനൊരു മുഖവരോടുകൂടി പ്രസിദ്ധീകരിച്ചത്. എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ ഉണ്ട്. അത്തരം പാട്ടുകളാണ് വേദങ്ങളിലെ പാട്ടുകൾ, വേദങ്ങളിലെ സൂക്തങ്ങൾ എന്നാണ് യൂറോപ്യന്മാർ ധരിച്ചത്. പണ്ട് കാട്ടിൽ പോയി താമസിച്ചിരുന്നവരാണല്ലോ ഋഷിമാർ. അപ്പം അത്തരം ഗോത്രക്കാർക്ക് പാടാൻ വേണ്ടിയും അവർക്ക് യാഗം നടത്തുമ്പോൾ ഇന്ദ്രനെ വിളിച്ച് സോമപാനം ചെയ്യുന്നതിന് വേണ്ടി ഇന്ദ്രനെ ആഹ്വാനം ചെയ്യാനുള്ള പ്രാർത്ഥനാഗാനങ്ങൾ, അർച്ചനാഗീതങ്ങൾ എന്ന നിലയിൽ അപരിഷ്കൃതന്മാരുടെ പാട്ടാണ് വേദങ്ങൾ. അക്കൂട്ടത്തിൽ ചില നല്ല കവികളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ നല്ല അലങ്കാരം പ്രയോഗിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ വേദത്തെ തള്ളിക്കളയാൻ എളുപ്പമായി. അങ്ങനെയാണ് വേദത്തെക്കുറിച്ച് പറയുന്നത്. വേദം എന്ന അർത്ഥത്തിലുള്ള ഒരു വാക്ക് ഏത് കാലത്താണ് യൂറോപ്പിലുണ്ടാകുന്നത്? ബൈബിളിനെയൊക്കെ വേദം എന്ന് വിളിക്കുന്നത് ഇവിടുത്തെ വേദത്തിന് സമാന്തരമായ അവിടുത്തെ കൃതി എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ വേദവും ബൈബിളും തമ്മിൽ ബന്ധമൊന്നുമില്ല. എന്താ ബന്ധമില്ലാത്തത്? പ്രകൃതിയെ സംബന്ധിച്ചുള്ള ഊഹങ്ങളാണ് ബൈബിൾ നിർമ്മാതാക്കളുടെ, പ്രവാചകന്മാരുടെ പ്രകൃതിയെയും പ്രകൃത്യതീത ശക്തികളെയും സംബന്ധിച്ചുള്ള അവരുടെ തോന്നലുകളാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഋഗ്വേദത്തിൽ അങ്ങനെയല്ല. ഋഗ്വേദത്തിൽ ഏകാന്തത കിട്ടാനുള്ള, ഏകാന്തതയ്ക്ക് വേണ്ടി തപസ്സരിക്കാനുള്ള പരിശീലന സ്ഥലങ്ങൾ എന്ന നിലയിലാണ്, പരിശീലനത്തിൻ്റെ ഇടങ്ങൾ എന്ന നിലയിലാണ് എന്ത് വരുന്നത്? സൂക്തങ്ങൾ വരുന്നത്. പിന്നെ പല സൂക്തങ്ങളും നമ്മുടെ ആധുനികമായ ചിന്താഗതിയോട് സാമ്യമുള്ളതുമാണ്. വേദത്തിൽ തന്നെ എല്ലാം ഒരേ ഒരു മൂലവസ്തുവിൽ നിന്ന്
ഉത്ഭവിച്ചിട്ടുണ്ടായിട്ടുള്ളതാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം. അല്ലെങ്കിൽ ഇതെല്ലാം ഒരേ മൂലവസ്തു തന്നെയാണ്. ആ മൂലവസ്തുവിനെ മൂലവസ്തുവാണെന്ന് മനസ്സിലാക്കാതെ പലതായി മനുഷ്യർ അവരുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ കഴിവുകൾ കൊണ്ട് ധരിക്കുകയാണുണ്ടായത് എന്ന് വേദത്തിൽ പറഞ്ഞു. ഇത് തന്നെ ഇന്നും പറയാനൊക്കൂ ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ. ഏത് ശാസ്ത്രജ്ഞനും ഇത് തന്നെ ഇന്നും പറയാനൊക്കൂ. എല്ലാത്തിനും ആദിയായിട്ട് ഒരു മൂലകാരണമുണ്ടായിരുന്നു. ആ മൂലകാരണം പലതായിട്ട് ചിഹ്നിച്ചിതറി ഭേദവും പ്രഭേദങ്ങളും വന്ന് കണ്ടാൽ തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിലുള്ള മാറ്റങ്ങളുണ്ടായി. അതിൻ്റെ യഥാർത്ഥ സ്ഥിതി അജ്ഞാതവുമാണ്. അതാണ് ഈ തരംഗ സിദ്ധാന്തവും കണസിദ്ധാന്തവും ഒക്കെ. ഈ അജ്ഞാതമാണ് എന്ന് പറയുന്നതിൻ്റെ പര്യായങ്ങളായിട്ട് പറയുന്നതാണ്. ഇങ്ങനൊരു സങ്കല്പം വേദത്തിൽ എവിടെ നോക്കിയാലും കാണുകയില്ല. അല്ല, ഈ സത്യവേദ പുസ്തകത്തിൽ എവിടെ നോക്കിയാലും കാണുകയില്ല. ബൈബിളിൽ പുതിയ നിയമത്തിലായാലും പഴയ നിയമത്തിലായാലും കാണുകയില്ല. നിയമമെന്ന് വെച്ചെന്നാൽ സുഖകരമായി ജീവിക്കാൻ, മനുഷ്യ സമൂഹത്തിന് ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മനുഷ്യകൃതമായ ഉടമ്പടികളാണ്. അതാണ് നിയമം. അതാണ് ടെസ്റ്റമെൻ്റ് എന്ന വാക്ക്. വേദമല്ലത്, ടെസ്റ്റമെൻ്റ്. പക്ഷേ ബൈബിള് അധിഷ്ഠിതമായിട്ട് ഈ വർത്തമാനകാലത്ത് ഒരുപാട് ഗവേഷണവും വികസനവും നടക്കുന്നുണ്ട്. ഈ ആനുകാലിക പ്രശ്നങ്ങളുമായിട്ട് അല്ലെ വർത്തമാനകാലവുമായി ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ തിയോളജിയുടെ തന്നെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ്, തിയോളജി ഓഫ് ലിബറേഷൻ, തിയോളജി ഓഫ് ഇക്കോളജി, അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളുമായി ബന്ധപ്പെടുത്തുന്ന ദൈവശാസ്ത്രങ്ങൾക്ക് അത് വ്യാഖ്യാനിച്ച് ആധുനികമാക്കുന്നതാണ്. ഏകം സത് വിപ്രാ ബഹുധാ വദന്തി, അങ്ങനെ ഒരു വാക്യം കാണിക്കാം. പഴയ നിയമത്തിൽ യഹോവ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. യഹോവ എന്ന് പറഞ്ഞാൽ ഇസ്രായേലികളുടെ ദൈവമാണ്. ആണ് ലോകത്തെ മുഴുവൻ ഒന്നായി കാണുന്നില്ല. ഇസ്രായേലാണ് അവരുടെ ലോകം. വേദത്തിൽ ഭാരതവർഷമല്ല ലോകം. സിന്ധു ഗംഗാ നദീതടങ്ങളല്ല വേദത്തിലെ ലോകം. വേദത്തിലെ ലോകം അഖില ബ്രഹ്മാണ്ടങ്ങളും ചേർന്നതാണ്. അരിസ്റ്റോട്ടിൽ പോലും പറഞ്ഞത് ആകാശത്തിൽ നക്ഷത്രങ്ങൾ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നു എന്നാണ്. നിങ്ങളുടെ കട്ടിലിൻ്റെ മേലാപ്പുണ്ടല്ലോ, ആ മേലാപ്പിൽ നിങ്ങൾ വർണ്ണക്കടലാസ് കൊണ്ട് നക്ഷത്രങ്ങൾ ഉണ്ടാക്കി പതിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഭൂമിയാകുന്ന വാസസ്ഥലത്തിന് ദൈവം ഉണ്ടാക്കിയ മേലാപ്പാണ് അവിടെ നക്ഷത്രങ്ങളെ ദൈവം ഒട്ടിച്ചു വച്ചിരിക്കുക. വലിയ ചിന്തകനും വലിയ തത്വജ്ഞാനിയും എല്ലാ വൈജ്ഞാനിക ശാഖകൾക്കും തുടക്കമിട്ടവനും യൂറോപ്യൻ സംസ്കാരത്തിലെ പിന്നീട് വികസിച്ചു വന്ന എല്ലാ വൈജ്ഞാനിക ശാഖകളും ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. അതൊരു പക്ഷേ അന്നത്തെ ജനങ്ങളുടെ ബൗദ്ധിക നിലവാരം കണക്കിലെടുത്ത് ഒരു ആലങ്കാരികമായി. അതുകൊണ്ട് സത്യം പറയാതിരിക്കാമെന്നോ? ജനങ്ങൾക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് ഞാൻ സത്യം പറയുന്നില്ല എന്ന് ആരെങ്കിലും വിചാരിക്കും. ജനങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. ഞാൻ കണ്ട സത്യം ഞാൻ പറയില്ലേ?